എല്ലാ ബസ് സ്റ്റേഷനിലും ജയിൽ ചെയ്ത് ചുവരുകളിൽ പോസ്റ്റർ ഒട്ടിക്കരുത്. ഞാൻ നേരത്തെയും പറഞ്ഞു, മന്ത്രിയുടെ പണം കണ്ടാലും വലിച്ചേരി കളഞ്ഞോളാൻ പറഞ്ഞു. KSRTC മന്ത്രിയായ എന്റെ പണം വലിച്ചേരി കളഞ്ഞോളാൻ, ഞാൻ മന്ത്രിയാ എന്റെ പണം ഒട്ടിച്ചാൽ വലിച്ചേരി കളഞ്ഞോളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ് എന്നെ നിർത്തിക്കൊണ്ട് വഴിയെ പോകുന്നവരെല്ലാം ഇത് ഒട്ടിക്കുന്ന മര്യാദയാണ്. ഇത് വൃത്തിയാക്കി എടുക്കണ്ടേ? കാരണം ഈ ചോര ഈ തൂണ് തന്നെ എടുക്കാം. അതിനകത്ത് എന്തെല്ലാം ഒട്ടിച്ചൊട്ടിച്ച് അതിന്റെ ഒരു ഗതിയും നോക്കി. ഇന്നിപ്പോ ഞാൻ വരുന്നതുകൊണ്ട് അത് വൃത്തിയിളക്കിയെന്ന് തോന്നുന്നു. അത് ഒന്ന് ആലോചിക്കൂ. അതിന്റെ മേളിൽ ചിലന്തി വല. ഇവിടെ CLRക്ക് എന്താണ് പണി? അതിന്റെ മേളിൽ ഒരു കമ്പിന്റെ അടുത്ത് ഒരു ശൂല കിട്ടി ആ ചിലന്തി വല അടിച്ചു കളഞ്ഞൂടെ? ഞാൻ പറഞ്ഞോ ഇനി അടിക്കാൻ? ഞാൻ മഴ ഒന്ന് അടിച്ചു കളിച്ചാലാം. കാരണം ഇന്നാ ഇവിടുത്തെ ആളുകൾ ശരിയാക്കാൻ ഒരു ദിവസം സമയം കൊടുക്കുക. അല്ലാത്ത CLR എല്ലാം നാളെ രാവിലെ പറഞ്ഞുവിട്ടേ. വേറെ കാര്യമൊന്നുമില്ല. അതിനെ ശിവാർജയം കൊണ്ടാലും വരെയും വേണ്ട, നടക്കത്തുമില്ല. വേറെ ആളെ വയ്ക്കുക. ആർക്കെങ്കിലും ഒരാൾക്ക് തൊഴിൽ കൊടുത്താൽ പോരെ? അത് ആ ജോലി ചെയ്യാൻ അന്തസ്സായി ഈ ജോലി ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക. യാതൊരു രാഷ്ട്രീയവും പാടില്ല. ആരാണോ ജോലി ചെയ്യാൻ തയ്യാറുള്ള അവർക്ക് ജോലി കൊടുക്കുക, അല്ലാത്തവരെ പറഞ്ഞു വിട്ടേക്കുക. ഇതൊക്കെ നല്ല വൃത്തിയായി ടൈൽസ് ഒട്ടിച്ച് നല്ല വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ്. അതൊക്കെ ചെയ്യുകയില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവരെ ഒരു കാരണവശാലും വെച്ചേക്കുന്നത്. ആ തൂണെല്ലാം ഏറ്റിയോ കണ്ടല്ലോ, ഏറ്റിയോ? ഹലോ, ഇങ്ങോട്ട് നോക്ക്. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഞാൻ മറ്റന്നാ കാണാൻ വരും, തിങ്കളാഴ്ച. എല്ലാം നല്ല ഒരു അഴുക്ക് സ്റ്റിക്കറും എല്ലാം വെള്ളം നനച്ച് വെച്ചിട്ട് ഈ പോസ്റ്റർ എല്ലാം കഴുകി മാറ്റാൻ പറഞ്ഞു. സെക്യൂരിറ്റിയൊക്കെ നിയമിച്ചു തരും, കുഴപ്പമൊന്നുമില്ല. സെക്യൂരിറ്റിയൊക്കെ അതൊക്കെ MD പറഞ്ഞാൽ ഇപ്പൊ നിന്ന് ചെയ്തു തരും. പിന്നെന്താ? അതുകൊണ്ട് അതൊക്കെ ചെയ്തു തരും. നിങ്ങൾ അതിന്റെ പ്രശ്നമല്ല. ഈ CLR ഈ തൂണൊക്കെ ഒരു സെക്യൂരിറ്റി അല്ല. ഈ തൂണിൽ പോസ്റ്റർ ഒട്ടിച്ചാൽ ഇളക്കി കളയേണ്ടത് CLR ചുമതല അല്ലേ? ആണല്ലോ, സെക്യൂരിറ്റിയുടെ ചുമതലയല്ല. ഒട്ടിക്കരുതെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ് നടക്കുന്നത്. അത് KSRTC വ്യാപകമായി ചെയ്യുമ്പോൾ നല്ലൊരു മനോഹാരിത ഉണ്ടാകും. ഞാൻ അവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ തൂണുകളിലൊക്കെ പിടിപ്പിക്കാവുന്ന എന്തെങ്കിലും ചെടിച്ചട്ടി പോലെയൊക്കെ വെച്ചിട്ട് കുറച്ച് ചെടികളൊക്കെ തൂണിലൊക്കെ വെച്ചൊരു ബ്യൂട്ടിഫിക്കേഷനിലേക്ക് നീങ്ങണം എന്ന് പറയണം. ഇപ്പൊ ചെയ്യുന്ന കൂടാതെ അത് വെള്ളം ഒഴിക്കാൻ ഇവിടെ CLRകാരടുത്ത് ഏർപ്പാട് ചെയ്യണം. എല്ലാ ദിവസവും അവർക്ക് വന്ന് അവരൊക്കെ സർക്കാർ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്, വരാൻ പറ്റത്തില്ല. അവരത് ആഴ്ചയിൽ ഒരിക്കലും മോണിറ്റർ ചെയ്തോടും. വെള്ളമൊക്കെ ഒഴിപ്പിക്കണം. അത് ഏറ്റിയുടെ ചുമതലയാ. ഞാൻ കേട്ടില്ല, അപ്പോഴും ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. കേട്ടല്ലേ പറഞ്ഞാ അങ്ങോട്ട് നോക്കിയിരിക്കും. ഞാൻ അപ്പോഴ് സാർ പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കേട്ടോണ്ട് ഇപ്പോൾ സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. KTDC ആൾക്കാരോട് പറയുക, വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം. മേജറോടും കേണലോടും ഒക്കെ എങ്ങനെ സംസാരിച്ചിരുന്നു അതുപോലെ പാവപ്പെട്ട മനുഷ്യരോട് സംസാരിക്കണം. അല്ലാതെ മേജറും കേണലും മാത്രമേ ഞാൻ സല്യൂട്ട് അടിക്കൂ എന്ന വാശി ഇനി വേണ്ട. നമ്മളിപ്പോ KSRTCയിലാണ് ജോലി ചെയ്യുന്നത്, KTDCയുടെ ആണെന്ന് പറഞ്ഞ് ഇത് രണ്ടും നടപടിയെടുക്കേണ്ടത് ഒരാളാണ്. അതെടുക്കും എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നു. ഞാൻ ഇങ്ങനെയുള്ള ജനങ്ങളെ ഉപദ്രവിക്കുന്ന, ആളുകളെ അധിക്ഷേപിക്കുന്ന, സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും അധിക്ഷേപിക്കുന്ന ഒരു നിലപാടും അംഗീകരിക്കത്തില്ല. അതിനുവേണ്ടി ആരും അതിന് ഇറങ്ങണ്ട. ഇവിടെ ഡോക്ടറെ നിയമിച്ചിട്ടുണ്ട്. ഇനി 2 നേഴ്സിനെ കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഫാർമസിസ്റ്റിനെ നിയമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായി ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്ക്, രക്തവും കാര്യങ്ങളും പരിശോധിക്കാനുള്ള ഒരു ക്ലിനിക്ക് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ടെക്നോളജി അവരുമായി ചേർന്നുകൊണ്ട് കിഴക്കേക്കോട്ടയിൽ KSRTC ജീവനക്കാർക്ക് തുച്ഛമായ ചെലവിൽ പരിശോധനകൾ നടത്താൻ കഴിയുന്ന ഒരു ലാബ് അടിയന്തരമായിട്ട് സ്ഥാപിക്കാൻ നിർദ്ദേശം കൊടുത്തു. സ്ഥലം കൊടുക്കാൻ MDക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഉടൻ അവരത് ആരംഭിക്കും. നമ്മൾ നല്ലൊരു സ്ഥലം കൊടുത്താൽ അവരൊരു സ്കാനിങ് സെന്റർ തുടങ്ങാം എന്ന് പറയുന്നുണ്ട്. അതിൽ KSRTC ജീവനക്കാർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം വരും. ഡോക്ടറെ ഓൺലൈനിൽ വരാൻ പോകും. ഞാനൊരു കണക്ക് പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ഡ്രൈവർമാർക്കാണ്. അത് ഹൃദയാഘാതമാണ് ഏറ്റവും കൂടുതൽ, അല്ലേ? അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ നിൽക്കുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുതയാണ് ആത്മഹത്യയാണ്. ഇത് പരിഹാരം കണ്ടേ പറ്റൂ. ആദ്യമായി ഒരു പദ്ധതി ഇപ്പൊ തന്നെ പറയുകയാണ്. ഡോക്ടറെ നിങ്ങൾക്ക് 2 മണിക്കൂർ ഓൺലൈനിൽ കിട്ടും. അത് അവരുടെ ഡ്യൂട്ടി അനുസരിച്ച് പറയണം. എല്ലാ ദിവസം രാവിലെ ഇരുന്ന ചിലപ്പോൾ ഒരു ദിവസം വൈകിട്ട്, ഒരു ദിവസം രാവിലെ അങ്ങനെ വയ്ക്കണം. അങ്ങനെ വെച്ചിട്ട് ഡോക്ടറെ നിങ്ങൾ ഓൺലൈനിൽ കിട്ടും. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ ഡോക്ടറോട് സംസാരിക്കാം. അദ്ദേഹം ഒരു പ്രതിനിധി ഉണ്ടാക്കും. കേരളം മുഴുവൻ നിങ്ങളുടെ ജീവനക്കാരുടെ ആരോഗ്യം പരിശോധിക്കാൻ, നിങ്ങളുടെ ഹൃദയ സംബന്ധമായ പരാതികളുണ്ടോ, ECG അടക്കമുള്ള പരിശോധന നടത്തി അതിന് ഒരു പരിഹാരം കാണാൻ ഞങ്ങളൊരു വലിയ പദ്ധതി കൊണ്ടുവരാൻ പോവുകയാണ്.